നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങൾ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി കേട്ടോ ഞാൻ ഈ കഥ പറയുന്നത്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്കായിരിക്കും കേട്ടോ ഞാൻ ഈ കഥ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീന പോവാനായിട്ട് റെഡിയായി ബാഗ് എടുക്കാൻ വേണ്ടി മുറിയിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് അലീന മുറി ആകെപ്പാടെ ഒന്ന് നോക്കി. ഇത്രയും കാലം താമസിച്ച മുറിയല്ലേ, പെട്ടെന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കുമാണ് മനുശങ്കറിന്റെ വരവ്. മനുശങ്കർ അങ്ങോട്ട് കയറി വന്നു. മനുശങ്കർ അലീനെ ഒന്ന് നോക്കി. അലീനയ്ക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് അലീന ചോദിച്ചു, അപ്പം ഇറങ്ങുമോ അല്ലേന്ന് ചോദിച്ചു. അലീന ഒന്നും മിണ്ടാതെ ഒരു മൂളല് മാത്രം മൂളിയതുള്ളൂ. പെട്ടെന്ന് മനുശങ്കർ അടുത്തേക്ക് വന്നിട്ട് അലീനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഒരു നിമിഷം അലീന വല്ലാതെയായിപ്പോയി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് മനു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അലീനയ്ക്കാണെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു, നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് അലീന ബാഗ് കൊടുത്തോടെ താഴേക്ക് ഇറങ്ങി ചെന്നു. അപ്പൊ അവിടെ ബാബിത ഒഴിച്ച് ബാക്കി എല്ലാവരും നിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ബാലേന്ദ്രനെ പുറമെ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാലേന്ദ്രന്റെ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന ചോദിച്ചു, ബാബിത എന്തിയെന്ന് ചോദിച്ചു. ബാബിത ചേച്ചി മുറിയിലേക്ക് പോയെന്ന് പറഞ്ഞു. അലീന ചെല്ലുമ്പോഴത്തേനും ബാബിത ജനലിന്റെ അവിടെ പിടിച്ചിങ്ങനെ വെറുതെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ബാബിതയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാബിത പതുക്കെ ഇങ്ങനെ ഒന്ന് മുഖം തിരിച്ചു നോക്കി. ആ കണ്ണുകളൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതെ, എന്തിനാ വിഷമിക്കണേ, ഞാൻ പോയിട്ട് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? വരുമെന്നോ? അതേന്നേ, ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്ന, എന്നോട് ആരും യാത്രയൊന്നും പറയണ്ട, എനിക്കൊന്നും കാണണ്ടാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ അവളുടെ വിഷമം എന്താന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ സങ്കടത്തോടുകൂടി ഇറങ്ങി വന്നു കൃഷ്ണമോളോടും രോഹിത്തിനോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞു. മനുശങ്കറിനെ നോക്കു മാത്രമേ ചെയ്തുള്ളൂ. യാത്ര പറയാനുള്ള ത്രാണിയൊന്നും ഉണ്ടായിരുന്നില്ല അലീനയ്ക്ക്. അങ്ങനെ അലീന വന്ന് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് കാർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് അലീനയ്ക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും അങ്ങനെ അവിടെ നോക്കി നിൽക്കുന്ന കണ്ടു. ആ ഒരു നോട്ടം അത് അലീനയുടെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിൽ മുറിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ജനലിങ്ങനെ പിടിച്ചോണ്ട് ബബിത നിൽക്കുവാണ്. ബബിതയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. എത്ര സമയം അവൾ അങ്ങനെ നിന്നെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അതെ, അവർക്കൊക്കെ നല്ല വിഷമമായെന്ന് തോന്നുന്നു. ആർക്ക്? അല്ല, ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ. പിന്നെ അവരുടെ വിഷമം ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പം നീ പോവാന്ന് തീരുമാനിച്ചല്ലേ, അപ്പൊ പിന്നെ പോയാലേ പറ്റുള്ളൂ. നിനക്കായിരുന്നല്ലോ നിർബന്ധം പോണോന്ന്. പിന്നെ അലീന കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അലീനയ്ക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോ അവളെ കൂടുതൽ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ബാലേന്ദ്രൻ പിന്നെ കൂടുതലൊന്നും മിണ്ടായിരുന്നേ. കുറെ സമയത്തേക്ക് അലീന ഒന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെയായിരുന്നു ബാലേന്ദ്രൻ. അവൾ എങ്ങനെ പോകുന്നതെന്നും കൂടുതൽ ചോദിച്ചിട്ടുമില്ല. ബാലേന്ദ്രൻ തന്നെ വേറെ ഒരിടത്തേക്കോ, അതായത് നല്ലൊരു സ്ഥലത്തേക്കോ കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയാം. തന്റെ അച്ഛനല്ലേ, ഒരിടത്തും കൊണ്ടേ തള്ളത്തില്ലല്ലോ. അങ്ങനെ കുറെ ദൂരം വണ്ടി അങ്ങോട്ട് പോയി. അലീന പതുക്കെ ഇവിടുന്ന് മയങ്ങിപ്പോയി. കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ ടൗണിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എനിക്ക് വിശപ്പൊന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ കഴിച്ചിട്ട് പോയാ മതി. അപ്പോഴേക്കും അലീന നോക്കിയപ്പോൾ അഞ്ചൽ നിന്നൊരു ബോർഡ് കണ്ടു. ഹോട്ടലിന് മുന്നിൽ കൊണ്ട് ബാലേന്ദ്രൻ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ അലീനയോട് ഇറങ്ങാൻ പറഞ്ഞു. അലീനയ്ക്ക് വിശപ്പും ദാഹം ഒന്നും തോന്നിയത് പോലും ഇല്ല. അങ്ങനെ അവിടെ കയറി ഒരു വീട്ടിൽ കുറച്ച് കഴിച്ചില്ല എന്നൊക്കെ അലീന വരുത്തി. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുവാണ്. കുറച്ച് ദൂരം കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛാ, അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അച്ഛൻ ഇതുവരെയായിട്ടും പറഞ്ഞില്ല. കൊളുത്തൂപ്പുഴയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൂടുതലായിട്ടൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. പറയാം, നീ ഇന്ന് സമാധാനമായിട്ടിരിക്കുക, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കുന്നുകളും മലയടിവാരങ്ങളും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. കുറെ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അല്ലച്ചാ, നമ്മൾ കൊളുത്തൂപ്പുഴയ്ക്ക് തന്നെയാണല്ലോ പോകുന്നല്ലേ? അലീനയുടെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അതെന്താ, നിനക്ക് സംശയമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതാ. അല്ല, അച്ഛനല്ലേ പറഞ്ഞ അവിടെ ലാലിച്ചെന്ന് പറയുന്ന ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് നമ്മൾ പോണേന്ന്. അതെ. പെട്ടെന്ന് അലീന ചോദിച്ചു, അല്ല, ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആൾ ആരാന്ന് ചോദിച്ചു. ഒരു നിമിഷം ബാലേന്ദ്രന് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. എതിരെ വരുന്ന ബസ് അത് കാണാതെ പോയി. കാരണം എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. പെട്ടെന്ന് അലീന പറഞ്ഞു, അച്ഛാ ബസ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ബാലേന്ദ്രൻ സൈഡിലേക്ക് വെട്ടിച്ചു. ഇടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ജസ്റ്റ് മിസ്സാണ്. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു, വണ്ടി നിർത്തി. ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. സ്റ്റാലിന്റെ അടുത്തേക്കാ പോകുന്നത്. ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അലീനയോട്. സ്വന്തം അച്ഛന്റെ അടുത്തേക്കാ പോണേന്ന് അവളോട് പറയാതിരിക്കാൻ പറ്റില്ല. വീടെത്തുന്നതിന് മുമ്പ് പറഞ്ഞേ മതിയാവുള്ളൂ. പക്ഷെ അതെങ്ങനെ? ഒരു സ്റ്റാർട്ടിംഗ് ഡബിള് ബാലേന്ദ്രന്.
പറയാതെ അവളെ കൂട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല. ഈ സമയത്ത് അലീന ആകെപ്പാടെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷത്തേക്ക്. കാരണം ഒരു നിമിഷം ഒന്ന് വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബസ് ഇടിച്ച് രണ്ടുപേരും തീർന്നു പോയാനും. കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി ബാലേന്ദ്രൻ പെട്ടെന്ന് കാർ ഒതുക്കി. അപ്പോഴേക്കും അലീന വെള്ളമൊക്കെ എടുത്ത് ബാലേന്ദ്രന് കൊടുത്തു. എന്നുവെച്ചാൽ കുടിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അലീനയെ വിളിച്ചു. അലീന വിളിച്ചിട്ട് ബാ എന്ന് പറഞ്ഞു. ഇത്തിരി സമയം ഇവിടെ നിന്നിട്ട് പോകാന്ന് പറഞ്ഞു. അലീന ഇറങ്ങി നോക്കി. അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ ആ സ്ഥലമൊക്കെ. അങ്ങനെ അലീന വെറുതെ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ കുറച്ച് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. വേണ്ടച്ചാ, നീ വെള്ളം കുടിക്കുക, നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഒക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അലീന വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അല്ല അച്ഛൻ എന്താ അച്ഛാ, കുറെ സമയമായിട്ട് ഞാൻ ആലോചിക്കുന്നു, അച്ഛൻ ഭയങ്കര ചിന്തയിലാണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല. അല്ല എന്തോ ഒരു കാര്യമുണ്ട്, അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് പറയാനുണ്ടോന്ന് ചോദിച്ചാൽ പറയാനുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതെന്താ അച്ഛാ? അച്ഛൻ എന്താ പറയാനുള്ളത്? അത് പിന്നെ അച്ഛനെന്താ ആ ലാലിച്ചന്റെ കാര്യമാണോ പറയാനുള്ളത്? അപ്പൊ ഈ സ്റ്റാൻലി ജോസഫിന്റെ വേറൊരു പേരാണ് ലാലിച്ചൻ, അത് വിളിപ്പേരാണ്. ആ പേരിലാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത് തന്നെ. സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയാത്തില്ലാത്ത പേരാണ് താനും. അല്ലച്ചാ, അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ജോലിക്ക് ഇല്ലെന്ന വീടല്ലേ, അവിടെ എനിക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ച് ബാലേന്ദ്രൻ എന്നിട്ട് പറഞ്ഞു, ഈ പറയുന്ന ലാലിച്ചൻ അയാൾ ഒരു സൈനികനായിരുന്നു പറഞ്ഞു. സൈനികനോ? അത് പറയാൻ അച്ഛൻ എന്താ എത്ര ടെൻഷൻ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറൊരു കഥയാന്ന് പറഞ്ഞു. വേറൊരു കഥയോ? അതെന്ത് കഥയാച്ചേ? അത് പിന്നെ ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആള് കുറെ കാലം മുമ്പ് ആഗ്ര കണ്ണൺമെന്റിന് ജോലി ഇരുന്ന കാലത്ത് ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും കുറെ കാലം ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. പിന്നീട് രണ്ടുപേരുടെയും കുടുംബക്കാര് കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ട് അവരൊന്നിച്ചൊരു വീടെടുത്ത് താമസിച്ചു. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവള് പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ സമയത്ത് ലാലിച്ചൻ അവിടുന്ന് വീട്ടിലേക്ക് പോരേണ്ട വന്നു. അങ്ങനെ ഒടുവില് അവള് നെയ്യാറ്റിൻകരയിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവളെ ആ വീട്ടുകാരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഒരു ഓർഫനേജിന് കൈമാറി എന്ന് പറഞ്ഞു. ഒരു നിമിഷം അലീനെ തലതിരിച്ചിങ്ങനെ ബാലേന്ദ്രനെ നോക്കി. അച്ഛൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അലീന ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ അവളെ ഒന്ന് നോക്കി. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, പിന്നീട് ആ പെണ്ണിന്റെ കല്യാണം കുറെ കാലം കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ലാലിച്ചനും വിവാഹം കഴിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞുണ്ടല്ലോ, കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീന എന്ന പേര് വളർന്നെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി. ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേരെന്താണെന്നറിയാവോ? സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞു. അച്ഛാന്നൊരു വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അലീന ഒന്നും മിണ്ടാ നിൽക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ മോളേന്നും പറഞ്ഞു വിളിച്ചു. പക്ഷെ എവിടെന്ന്? അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, സ്റ്റാൻലി ജോസഫിന്റെ മോളാണ് നീ. നിന്നെ നിന്റെ അച്ഛന്റെ അടുത്തേക്കാ ഞാൻ കൊണ്ടുപോകുന്നേന്ന് പറഞ്ഞു. ചുറ്റും കറങ്ങുന്ന പോലെ അലീനയ്ക്ക് തോന്നി. കേട്ടതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു മൂകതയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അലീനയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം അപ്പൊ തന്റെ അച്ഛന്റെ അടുത്തേക്കാണ്, തനിക്ക് ജന്മം നൽകിയ ആളുടെ അടുത്തേക്കാണ് തന്നെ അച്ഛൻ കൊണ്ടുപോകുന്നതെന്ന് ആ ഒരു ചിന്ത. അത് അലീനയുടെ മനസ്സിൽ ഉഗ്രസ്ഫോടനം ഉണ്ടാക്കിയത്. കാരണം ഇത്രയും സമയം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പോരുമ്പോഴും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുളത്തോപ്പുഴയിലെ ഏതോ ഒരു മുതലാളിയുടെ വീട്ടില് സെർവന്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും അലീനയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ലോ. പക്ഷെ ആ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ മേനോന് ഒരു സമാധാനമൊക്കെ തോന്നി. ഇനിയിപ്പോ സമാധാനത്തോടെ പോവാലോ. ഇത്ര സമയം നെഞ്ചിനകത്ത് ഒരു ഭാരം കയറ്റിവെച്ച അവസ്ഥയായിരുന്നു. എങ്ങനെ അലീനയുടെ മുന്നിൽ ഇത് പറയണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എന്തോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി സാരമില്ല. പിന്നീട് അലീനയെ ബാലേന്ദ്രൻ വിളിച്ചു. വന്ന് കാറിലേക്ക് കയറാൻ പറഞ്ഞു. അലീന കാറിലേക്ക് കയറി ഡോർ അടച്ചിട്ട് എന്ത് ചെയ്തു, വെറുതെ ഇങ്ങനെ അവിടേക്ക് തല ഇങ്ങനെ ചാരി വെച്ച് ഇങ്ങനെ കിടന്നു. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അലീന ഒന്നും മിണ്ടുന്ന പോലും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവള് കണ്ണൊക്കെ ഒപ്പുന്ന കണ്ടു. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, മോളെ നീ എന്താ ആലോചിക്കണെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. അല്ല എന്താ, നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അല്ല നീ എന്നോട് ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്താ മോളെ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ല അച്ഛാന്ന് പറഞ്ഞിട്ട് അലീന ഒന്നും മിണ്ടാതെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. ബാലേന്ദ്രനും ഭയങ്കര വിഷമം തോന്നി.
ഈ സമയത്ത് അലീനയുടെ മനസ്സിൽ നൂറ് ചോദ്യങ്ങളായിരുന്നു. ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആള് ശരിക്കും തന്റെ അച്ഛൻ തന്നെയാണോ? ഇനി ആണെങ്കിൽ ഇത്രയും കാലം തന്നെ എന്തുകൊണ്ട് അന്വേഷിച്ചു വരാതിരുന്നേ? അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുവോ? തന്നെ അച്ഛൻ അവിടെ കൊണ്ടേ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മകളായിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുമോ? അതോ തന്നോട് ദേഷ്യത്തോടെ പെരുമാറുവോ? അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടോ? അങ്ങനെ നൂറ് ചോദ്യങ്ങൾ അലീനയുടെ മനസ്സിലുണ്ട്. അതൊക്കെ ബാലേന്ദ്രനോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്തോ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഒന്നും മിണ്ടായിരിക്കണം എന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. അല്ല അച്ഛൻ എന്നോട് നേരത്തെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ. അവളുടെ തൊണ്ടയൊക്കെ ഇടറുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രന്റെ മുഖം പെട്ടെന്ന് മാറി. അത് പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയേ പറ്റുമെന്നൊരവസ്ഥ. നീയല്ലേ പറഞ്ഞത് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ നിന്നെ ഒരു സ്ഥലത്തേക്ക് വിടാൻ പറ്റില്ല മോളെ. ഞാൻ നിന്റെ സ്വന്തം അച്ഛനെ കണ്ടുപിടിച്ചു. കാരണം മകളെ സ്വീകരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മകളെ അയാളെ സ്വീകരിക്കാന്നുള്ളത് എനിക്കറിയണമായിരുന്നു. പിന്നെ നിന്റെ സന്തോഷം തന്നെ എനിക്ക് വലുത്. വെറുതെ ഒരു വീട്ടിൽ പോയി ജോലിക്ക് നിർത്താൻ എനിക്കിനി പറ്റില്ല. നിന്നോട് ഞാൻ വീട്ടിൽ നിൽക്കാൻ പറയുകയും ചെയ്തല്ലേ, നീ സുരക്ഷിതമായിട്ട് എവിടെ അയാളും ഇരിക്കണം. കാരണം സ്വന്തം അച്ഛൻ്റെ അടുത്ത് കിട്ടുന്ന സുരക്ഷിതത്വം കാര്യങ്ങളൊന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് പറയുമെന്ന്. സ്വന്തം അച്ഛനെ കാണാനായിട്ട് അല്ലേ പോന്നേ. സോറി അച്ഛാ, ഞാനങ്ങനെ സാരമില്ല, നിനക്ക് ഇഷ്ടമില്ലൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു. വേണ്ട, സോറി ഞാൻ പറഞ്ഞില്ലേ അച്ഛാ. പെട്ടെന്ന് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സാരമില്ല പോട്ടെ മോളെ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ട് വിടാന്ന് വെച്ചേ. പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് വിളിച്ചാൽ മതി. ഈ അച്ഛൻ ഒന്ന് നിന്നെ കൊണ്ടുവരില്ലേ, പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു വിഷമവും വേണ്ട, നിനക്ക് അവിടെ സുഖവും സന്തോഷമായിരിക്കും കിട്ടാൻ പോകുന്നേ. ഇല്ലെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ അലീന കൂടുതലൊന്നും പറയാനായിട്ടൊന്നും പോയില്ല. ഈ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. ആൻ്റപ്പനെ കുറെ ചീത്ത പറഞ്ഞു. സ്റ്റാൻലി അങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് ഇന്നലെ തന്നെ പറഞ്ഞല്ലേടാ, ഇനിയിപ്പോൾ ഇത് മാറ്റിയിടാനായിട്ട് വേറെ വാങ്ങിയിടാൻ്റെ സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അല്ല ഞാൻ വിചാരിച്ചു അതിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്ത് വിചാരിച്ചെന്ന്? നീയാണോ ഇവിടുത്തെ ആള്? നിനക്കാണോ ഈ വീട്ടിൽ സ്ഥാനം? നീ ഇവിടുത്തെ ഹൗസ് ഓണറും ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനുമാണെന്ന് തോന്നില്ലോ. അല്ല ഞാൻ ഇന്ന് തന്നെ ഇത് മാറ്റിയിട്ടേക്കാം. ഇനി നീ മാറ്റാറൊന്നും പോണ്ട. ഈ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റിയുടെ കുഷനെല്ലാം മാറ്റണമെന്ന് പറഞ്ഞ ഇതെല്ലാം പഴഞ്ചനാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിന്ന് എന്നോട് പറഞ്ഞല്ലേ. ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഇവിടെ താമസിക്കാനായിട്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അവരെ സ്വീകരിക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന് പറഞ്ഞ അതെങ്ങനെയാ പറഞ്ഞാൽ തലയിലേക്ക് കയറുവോ? സ്റ്റാൻലി കുറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻ്റപ്പനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ആരായിരിക്കും വരുന്ന ഗസ്റ്റ്? അത്ര പ്രിയപ്പെട്ടാന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും ഇതൊക്കെ മാറ്റിയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം വീട്ടിലേക്ക് വരുന്ന ആളെ സ്വീകരിക്കാനുള്ള മുൻകരുതലൊക്കെ എടുക്കുകയാണ്. ഒരു 2-3 ദിവസം കൊണ്ട് വീട്ടിന്റെ പുറമേയുള്ള അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട അവിടെ വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുറ്റമൊക്കെ ചെത്തി വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വീടിന്റെ പെയിന്റും പണികളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വരാൻ പോകുന്ന തന്റെ മകളാണ് എന്നൊരു ചിന്ത സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആശാരിമാരും മേസ്തിരിമാരും എല്ലാം കൂടി ചേർന്നിട്ട് ആ വീടിന്റെ ബാക്കിയുള്ള കുറെ പണികളും കാര്യങ്ങളും എല്ലാം ചെലുത്തി. പക്ഷേങ്കിൽ ആൻ്റപ്പനോട് പറഞ്ഞ കാര്യം ആൻ്റപ്പൻ ചെയ്തില്ല. ജനൽക്കട്ടനും വാതിൽക്കട്ടനും അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പുതിയ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഷ്യന്റെ മാറ്റാത്തതിന്റെ ആണ് ഇപ്പൊ ഈ ചീത്ത മൊത്തം പറയുന്നത്. കാരണം അലീന വരുമ്പോ ഈ വീട് നല്ല പുതുപുത്തനം പോലെയുള്ള പുതുപുത്തനായിരിക്കണം എന്നൊക്കെ ഒരു ചിന്ത സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻലി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻ്റപ്പനാണ് നിന്ന് വിറയ്ക്കുവാണ്. സ്റ്റാൻലി ആണെങ്കിൽ ചീത്ത നിർത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയിട്ടെന്നുള്ള കാര്യം ആൻ്റപ്പനും മനസ്സിലായില്ല. ആരാണ് ഇത്ര വലിയ അതിഥി? അത് മാത്രമാണെങ്കിൽ കേരള സഭ പറയുന്നുമില്ല. അല്ല കേരള സഭ ഇത്രമാത്രം സ്വീകരിക്കാനായിട്ട് ഇതിനു മുമ്പ് ഇതുപോലെ ആരെങ്കിലും പരിഗണിക്കുന്നതിന് കണ്ടിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടൊക്കെ ഉണ്ട്, അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്നൊന്നും ആർക്കും ഇങ്ങനെ ഇത്ര വലിയ സ്വീകരണമൊന്നും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ?
ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആൻ്റെ അപ്പൻ ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു. പക്ഷെ സ്റ്റാൻലി ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. സ്റ്റാൻലിക്ക് എന്തോ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഒരുക്കങ്ങളൊന്നും നടത്തിയത് പോരാ എന്നൊക്കെ ഒരു ചിന്തകളായിരുന്നു മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ഇപ്പൊ നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എന്റെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറയുന്ന നോവലിലെ കഥ പോലെയാണ്. അപ്പൊ ഇതിനകത്തെ കഥ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പറയുന്നത്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.